പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ശക്തമേറിയ ദൈവശബ്ദം ഇതാകുന്നു. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാര്യങ്ങളെ കാണരുത്. ദൈവം എന്തു പറഞ്ഞോ ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാര്യത്തെ കണ്ടു തുടങ്ങുക. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കണ്ടു തുടങ്ങിയാൽ നിങ്ങൾ പരാജയം മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ കാണുകയുള്ളൂ. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിന്മേൽ പരാജയം അനുഭവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ എന്നെ കാണുന്നുണ്ട്. അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളെ ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാര്യങ്ങളെ കണ്ടു തുടങ്ങുക. അവിടെ നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ പറ്റും. അവിടെ നിങ്ങൾക്കൊരിക്കലും പരാജയം കാണുവാൻ വേണ്ടി പറ്റുകയില്ല. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വ്യക്തികളുടെ മേൽ വെളിപ്പെട്ട് നിൽക്കുന്ന പരാജയത്തിൻ്റെ അനുഭവങ്ങളെ, താഴ്ചയുടെ അനുഭവങ്ങളുടെ, ജീവിതത്തിന്മേൽ ഒരിക്കലും ഒരു ഉയർച്ച കാണുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ട അനുഭവങ്ങളെ യേശുവിന്റെ നാമത്തിൽ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് കൽപ്പിക്കുകയാണ്. വ്യക്തികളിൽ നിന്ന് വിട്ടുമാറട്ടെ. വലിയ ദൈവിക പദ്ധതികൾ ഇന്നു തൊട്ട്, ഈ നിമിഷം തൊട്ട് ഓരോ വ്യക്തികളുടെ മേലും അനുഭവിച്ചറിയട്ടെ. അങ്ങനെ ഒരു ദൈവിക അന്തരീക്ഷം കുടുംബങ്ങളുടെ മേൽ ഇന്നു തൊട്ട് വെളിപ്പെട്ട് കാണുവാൻ വേണ്ടി പോകുകയാണ്. വിശ്വാസത്തോടു കൂടി നിങ്ങൾ ആമേൻ പറഞ്ഞ് അതിനെ സ്വീകരിച്ചോ, വലിയ ദൈവിക മഹത്വം നിങ്ങൾ കണ്ടിരിക്കും. ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരെയും ക്രിസ്തുവിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെപ്പറ്റി ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. നിന്റെ കുടുംബത്തെ പറ്റി, നിന്റെ മക്കളെ പറ്റി, നിന്റെ ബിസിനസിനെ പറ്റി, നിന്റെ സമ്പത്തിനെ പറ്റി, നിന്റെ ആരോഗ്യത്തെ പറ്റി. ആ ദൈവിക പദ്ധതി മാത്രമാണ് ഈ സീസണിൽ നിന്റെ ജീവിതത്തിലും, നിന്റെ കുടുംബ ജീവിതത്തിലും, നിന്റെ മക്കളുടെ ജീവിതത്തിലും, നിന്റെ ബിസിനസ്സിലും നീ കാണുകയുള്ളൂ. ദൈവം പറഞ്ഞത് മാത്രമേ നിറവേറുകയുള്ളൂ. ബാക്കിയുള്ള സാഹചര്യങ്ങളെല്ലാം നിനക്കെതിരായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ നടുവിൽ നീ ഉറപ്പോടുകൂടി നിന്നോ, നീ ഒരിക്കലും മുങ്ങിത്താണു പോകയില്ല. ഇത് പ്രവചന ശബ്ദമാണ്. ആമേൻ. പത്രോസ് യേശു പറഞ്ഞ വാക്കിനു മുൻപിൽ ഇറങ്ങി വന്നു. അവൻ ചവിട്ടുന്നത് വെള്ളത്തിലാണ്. പക്ഷേ അവൻ ഒരു കാര്യം അറിയാം, വെള്ളത്തിൽ ചവിട്ടുകയാണെങ്കിലും അവൻ പറയപ്പെട്ട ദൈവവചനത്തിലാണ് അവന്റെ കാലുകൾ വെക്കുവാനിടയായി തീർന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ചിലരെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ്, ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് നിന്നെ തോൽപ്പിക്കുവാൻ വേണ്ടി വന്ന, നിന്നെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി വന്ന, നിന്നെ എന്നേക്കുമായി ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുവാൻ വേണ്ടി വന്ന ചില വിഷയങ്ങളുടെ നടുവിൽ വിജയത്തോടുകൂടി ദൈവം നിങ്ങളോട് കൂടെയുണ്ടെന്നുള്ള ഉറപ്പോടുകൂടി അതിന്റെ നടുവിൽ നീ കാൽ വയ്ക്കും. അതിന്റെ നടുവിൽ നീ കാൽ വയ്ക്കുക മാത്രമല്ല, ആ വിഷയത്തിന്റെ നടുവിൽ ഒരു രാജാവിനെ പോലെ നീ നടന്നു നീങ്ങും. അത് ഏറ്റെടുത്തോ. ചിലരോടുള്ള ശക്തമേറിയ പ്രൊഫറ്റിക്കൽ വോയിസ് ആണിത്. ഈ സീസണിൽ നിന്നെ കൊല്ലുവാൻ വേണ്ടി വന്നതും നിന്നെ പരാജയപ്പെടുത്തുവാനും വേണ്ടി വന്ന വിഷയത്തിന്റെ നടുവിൽ നീ തല കുനിച്ചു നിൽക്കുകയില്ല. അതിന്റെ നടുവിൽ ഒരു രാജാവിനെ പോലെ നീ തല ഉയർത്തി നിന്ന് ആ വിഷയങ്ങളുടെ നടുവിൽ നീ നടന്നു പോകുന്ന ഒരു കാഴ്ച ഞാൻ ആത്മാവിൽ കാണുകയാണ്. അത് ഈ സീസണിൽ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. ഒരു ശക്തമേറിയ ദൈവിക ആലോചന നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ ഇന്ന് പ്രാർത്ഥനയോടുകൂടി ആയിരുന്നപ്പോൾ നൽകി തന്നിട്ടുണ്ട്. ആ ദൈവിക വചനത്തിലേക്ക് കടന്നു വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാവിന്റെ പുസ്തകം 55 അധ്യായം അതിന്റെ 8-9 വാക്യവും, യിരെമ്യാവിന്റെ പുസ്തകം 29 അധ്യായം അതിന്റെ 11 വാക്യമാണ്.
അത് വായിക്കുന്ന പ്രകാരമാണ്: എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അടുത്ത വാക്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. അടുത്ത പദം: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി. യിരെമ്യാവിന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യമാണ്: വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ചുള്ള നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു, ദൈവം അറിയുന്നു. അടുത്തത്: അവ തിന്മയ്ക്കല്ല. കമാൺ. ദൈവത്തിന് നിങ്ങളെപ്പറ്റി വ്യക്തമായ പ്ലാൻ ഉണ്ട്. ദൈവത്തിന് നിങ്ങളെപ്പറ്റി വ്യക്തമായ പർപ്പസ് ഉണ്ട്. ദൈവത്തിന് നിങ്ങളെപ്പറ്റി വ്യക്തമായ നിരൂപണങ്ങളുണ്ട്. ആ നിരൂപണങ്ങൾ എന്ന് പറയുന്നത് അത് തിന്മയ്ക്കല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ പല വ്യക്തികളും അവരുടെ പ്രാർത്ഥനകളിലും അവർ ദൈവമായിട്ട് സംസാരിച്ചപ്പോഴും ചോദിച്ച പദങ്ങളാണല്ലോ ഇത്. ഹല്ലേലൂയ. ദൈവമേ, എന്റെ ജീവിതത്തെ പറ്റി നിനക്ക് നിരൂപണങ്ങളുണ്ടോ? നിനക്ക് പർപ്പസ് ഉണ്ടോ? പിന്നെ എന്താണ് ഞാൻ ഈ ക്രൂശലായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നത്? ഈ ഞെരുക്കത്തിന്റെ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നത്? അങ്ങനെ ചോദിച്ച ചില വ്യക്തികൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു: നിന്നെ തകർത്തുകളക എന്നുള്ളതല്ല ദൈവത്തിന്റെ പ്ലാൻ. നിന്നെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതല്ല ദൈവത്തിന്റെ നിരൂപണങ്ങൾ. അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കത്രേ എന്നതാകുന്നു ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും. ഇന്ന് ഏതെങ്കിലും മേഖലകളിൽ നീ ഒതുങ്ങപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ, നീ നിരാശയുടെ അനുഭവത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ, ദൈവാത്മാവ് നിങ്ങളെ നോക്കിക്കൊണ്ട് ആലോചന കൈമാറുകയാണ്: ഈ സീസണിൽ അതിൽ നിന്ന് എന്റെ ദൈവം നിന്നെ വിടുവിച്ചിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവ പ്രവൃത്തി എന്താണെന്ന് ഈ സീസണിൽ നിങ്ങൾ കണ്ടിരിക്കും. ഒരു കുടുംബത്തിൽ ഒരു പിതാവിന് മക്കളുണ്ടെങ്കിൽ ആ മക്കൾ ഒരിക്കലും താഴ്ചയിലേക്ക് കടന്നു പോകണമെന്ന്, നാശത്തിലേക്ക് കടന്നു പോകണമെന്ന് ഒരു പിതാവും ആഗ്രഹിക്കുകയില്ല. അതുകൊണ്ടാണല്ലോ ദൈവത്തിന്റെ വചനം പറയുന്നത്, കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ഒരു പെറ്റമ്മ തന്റെ കുഞ്ഞിനെ മറന്നു പോകുമോ? അങ്ങനെ അവർ മറന്നു പോയാലും എന്റെ ദൈവം നിങ്ങളെ മറന്നു പോകയില്ല. ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ നടക്കുന്ന പ്രധാന മാറ്റം എന്തെന്ന് ചോദിച്ചാൽ, അവൻ സ്വർഗീയ കുടുംബത്തിലെ അംഗമായി മാറുകയാണ്. ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ മുമ്പിൽ വലിയ അവസരം കടന്നു വന്നിരിക്കുകയാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ അവസരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ എന്നോടൊപ്പം ചേർന്നുകൊണ്ട് ഈ പ്രാർത്ഥനാ വചനങ്ങൾ നിങ്ങൾ ഉരുവിട്ടാട്ടെ. യേശുവേ, ഞാനൊരു പാപിയാണെന്ന് അറിയുന്നു. എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ. എന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം യേശുവേ അങ്ങേറ്റെടുക്കണമേ. അങ്ങേറ്റെടുക്കുക മാത്രമല്ല, എന്റെ ജീവിതത്തെ പൂർണ്ണമായി ഞാൻ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഇന്ന് തൊട്ട് എന്റെ കർത്തൃത്വം എനിക്കല്ല, അങ്ങയ്ക്കാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ പദങ്ങൾ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ച ദിവസം ഏതാണോ അന്ന് തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രധാനപ്പെട്ട മാറ്റം, നിങ്ങളുടെ യേശു നിങ്ങളുടെ ജീവിതത്തിന്റെ കർത്തൃത്വം ഏറ്റെടുക്കുവാനിടയായി തീർന്നു. യേശു കർത്തൃത്വം ഏറ്റെടുത്താൽ യേശുവായിരിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ രക്ഷകൻ. അവൻ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാനിടയായിത്തീരും. അതുമാത്രമല്ല, സ്വർഗീയ കുടുംബത്തിലെ അംഗമായി നിങ്ങൾ ഇന്ന് തൊട്ട് മാറുകയാണ്. നമുക്കറിയാം, ഓരോ ഭവനത്തിൽ നിങ്ങൾ ജനിച്ചു വീഴുമ്പോൾ ആ ഭവനത്തിൻ്റെതായ പ്രിവിലേജുകളുണ്ട്. നിങ്ങൾക്കും സ്വർഗഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെതായ പ്രിവിലേജ് ഉണ്ട്. നിങ്ങളുടെ ദൈവമെന്ന് പറയുന്നത്, നിങ്ങളുടെ പിതാവെന്ന് പറയുന്നത്
ഈ ഭൂലോകത്തെ മൊത്തം, നിങ്ങൾ കാണുന്ന ഈ ഭൂമിയുണ്ടല്ലോ, നിങ്ങൾ കാണുന്ന ഈ ചരാചരങ്ങളുണ്ടല്ലോ, ഇതിനെ ഒക്കെ ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ വിളിച്ചു വരുത്തിയ ഒരു ദൈവമുണ്ട്. ആ ദൈവിക കുടുംബത്തിലെ അംഗമാക്കി ദൈവം നിങ്ങളെ മാറ്റിയിരിക്കുകയാണ്. ആ ദൈവമാണ് പറയുന്നത്, എനിക്ക് നിങ്ങളെ പറ്റി വിചാരമുണ്ട്. ആ ദൈവമാണ് പറയുന്നത്, എനിക്ക് നിങ്ങളെ പറ്റിയുള്ള നിരൂപണങ്ങളുണ്ട്. ആ നിരൂപണങ്ങളും ആ വിചാരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തിന്മ വരിക എന്നുള്ളതല്ല, നിങ്ങളുടെ ജീവിതത്തിൽ രോഗം വന്ന് നിങ്ങളെ കൊല്ലുക എന്നുള്ളതല്ല, നിങ്ങളെ കഷ്ടതയിൽ ഇട്ടുകൊണ്ട് സന്തോഷിക്കുക എന്നുള്ളതല്ല, നിങ്ങളെ നിരാശയിലേക്ക് അയക്കുക എന്നുള്ളതല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് അത് നന്മയ്ക്കത്രേ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വ്യക്തികളുടെ ജീവിതത്തിന്മേൽ അവൻ വെളിപ്പെട്ട് നിൽക്കുന്ന നിരാശയുടെ സ്പിരിറ്റ്, ഹല്ലേലൂയ, കാർമേഘം പോലെ വന്നുകൊണ്ട് ഭവനത്തിന്റെ മേൽ അസ്വസ്ഥതയിട്ട് അതിനെ ഡിവോഴ്സിലേക്കും അതിനെ സാമ്പത്തികമാകുന്ന ബുദ്ധിമുട്ടുകളിലേക്കും രോഗത്തിലേക്കും നയിക്കുന്ന ഈ അനുഭവങ്ങളെ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് ദൈവിക മനുഷ്യനെന്ന നിലയിൽ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് നിന്നെ ക്യാൻസൽ ചെയ്യുകയാണ്. ഇന്ന് തൊട്ട്, ഈ നിമിഷം തൊട്ട് ദൈവിക പദ്ധതികൾ നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെട്ടു വരികയാണ്. അതിന് പ്രാർത്ഥനയോടുകൂടി സ്വീകരിച്ചോ, ദൈവിക മഹത്വം നിങ്ങൾ കണ്ടിരിക്കും. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഗിദെയോൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവന്റെ കുലം ഏറ്റവും ചെറുതായിരുന്നു. മനശ്ശെ കുലം ഏറ്റവും ചെറുതായിരുന്നു. ആ കുലത്തിൽ അവന്റെ ഭവനം ഒന്നുമില്ലാത്തതായിരുന്നു. എന്നാൽ ദൈവം അവനോട് പറയുന്നത്, നീ പരാക്രമശാലി എന്നാണ്. അവനെ പറ്റി നോക്കുമ്പോൾ, അവനെ പറ്റി ചിന്തിക്കുമ്പോൾ അവന് ഒരു പ്രിവിലേജുമില്ല, അവനൊന്നും ചെയ്യുവാനുള്ള ശക്തിയില്ല, അവൻ ഏറ്റവും ചെറുതാണ്. പക്ഷെ ദൈവത്തിന്റെ കണ്ണിലൂടെ അവൻ കാര്യങ്ങൾ നോക്കിക്കാണുമ്പോൾ ദൈവം പറയുന്നത്, നീ പരാക്രമശാലി എന്നാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന് നിന്നെ പറ്റിയുള്ള വലിയ പദ്ധതിയിൽ കൂടെ നീ കാര്യങ്ങൾ നോക്കി കണ്ടു കഴിഞ്ഞാൽ നീ ഒരു പരാക്രമശാലിയാണ്. ഒരു ശക്തിക്കും നിന്നെ പിടിച്ചു വെക്കുവാൻ പറ്റുകയില്ല. ഒരു ദുരാത്മ മണ്ഡലങ്ങൾക്കും നിന്നെ ഒതുക്കുവാൻ പറ്റുകയില്ല. അതിന്റെ നടുവിൽ, ആ വിഷയങ്ങളുടെയും ആ പ്രതികൂലങ്ങളുടെയും നടുവിൽ നിനക്ക് നിന്റെ ദൈവത്തെ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിന്മേൽ വലിയ ദൈവിക മഹത്വം നിനക്കു വേണ്ടി വെളിപ്പെടുന്നത് ഈ സീസണിൽ നിനക്ക് കാണുവാൻ പറ്റും. ഈ ഗിദെയോൻ ഒറ്റയ്ക്കാണ് ദൈവസന്നിധിയിൽ നിന്നത്. പക്ഷേ അവൻ ദൈവത്തിന്റെ കണ്ണിലൂടെ കാര്യങ്ങൾ കണ്ടത് കാരണം എല്ലാ ഇസ്രായേൽ ജനവും ഭയപ്പെട്ട് ഗുഹകളിൽ കിടക്കുമ്പോൾ ദൈവത്താൽ ഒരു വ്യക്തി പുറത്തു നിൽക്കുവാനിടയായിത്തീർന്നു. അവനിലൂടെ അസാധാരണമായത് ദൈവം ചെയ്തെടുക്കുവാനിടയായിത്തീർന്നു. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ജനങ്ങൾ എഴുന്നേറ്റ് വരികയാണ്. വിശ്വാസത്തോടുകൂടിയ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ, ഈ സീസണിൽ ദൈവം എന്റെ ജീവിതത്തിൽ കണ്ടത് എന്നിലൂടെ നടക്കുവാനിടയായിത്തീരും. ഗിദെയോൻ എന്നറിയപ്പെടുന്ന തന്റെ കുലത്തിൽ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞ ആ വ്യക്തിയിലൂടെ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക്, ദൈവിക സ്റ്റാൻഡേർഡിലേക്ക് അവൻ സ്റ്റെപ്പുകൾ എടുത്തു വെച്ചു കഴിഞ്ഞപ്പോൾ അസാധാരണമാകുന്ന രീതിയിൽ ഒറ്റ വ്യക്തി കൊണ്ട് ഒരു ഇസ്രായേലിനെ മൊത്തം മിദ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കത്തക്ക രീതിയിൽ അവനെ ദൈവം ഉപയോഗിക്കുവാനിടയായിത്തീർന്നു. ഇന്ന് നിങ്ങളായിരിക്കുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ, നിങ്ങളായിരിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ എഴുന്നേൽക്കുക. ദൈവത്തിന്റെ നിരൂപണത്തിനനുസരിച്ച് ആ സ്റ്റാൻഡേർഡിലേക്ക് നീ സ്റ്റെപ്പുകൾ എടുത്തു വെക്കുക. നിന്നിലൂടെ ഈ സീസണിൽ വലിയ ദൈവമഹത്വം എന്റെ ദൈവം ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഈ ജനത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. ഇവരെ പറ്റി ഒരു വലിയ ദൈവിക പദ്ധതി ഉണ്ടല്ലോ, അത് മാത്രം ഇവരുടെ ജീവിതത്തിൽ യേശുവിന്റെ നാമത്തിൽ നിറവേറട്ടെ. ദൈവം പറഞ്ഞത് നിറവേറുന്ന ഒരു സീസണാക്കി ദൈവം തീർക്കാൻ പോകുന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ഞെരുക്കത്തിൽ നിന്ന് ദൈവം ഇവരെ അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്.
യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ ശനിയാഴ്ചകളിലും 9 മണി തൊട്ട് 10 മണി വരെ സൂം മീറ്റിംഗിൽ ഞാൻ ലൈവായി നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറാണ് സ്ക്രീനിൽ കാണുന്നത്. അത് നിങ്ങളുടെ പേരും സ്ഥലവും എഴുതി അയക്കുക. ഞാൻ സൂമിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഈ സീസണിൽ ദൈവം കണ്ടതും ദൈവം പറഞ്ഞതും നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാനിടയായിത്തീരും. നാളെ ഒരു മെസ്സേജുമായി കാണാം. ഗോഡ് ബ്ലെസ് യു ആൾ.